ഹിന്ദു റിലീജിയനിൽ ഫ്രം ദ ബിഗിനിങ് ടു ദിസ് ഡേറ്റ് മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ഒരു പാർട്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിൽ സംഗീതം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, അതിനെ സെപ്പറേറ്റ്ലി പ്രൊമോട്ട് ചെയ്തു. രണ്ടിനും സംഗീതം ഉണ്ടായിരുന്നു, വെർണാക്കുലർ മ്യൂസിക്, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, അത് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്ത ഒരു മേജർ ആയിട്ടുള്ള കാര്യം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി മൂവ്മെന്റിൽ ആചാര്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓരോരുത്തരും ആചാര്യാണ്, ഗുരുക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ സെയിം വേ ഇവിടേക്ക് വരുന്ന സമയത്ത് പേരിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഹിയർ ദ ആചാര്യസ് ഓർ ദ ഗുരുസ് കോൾഡ് പിർ. ഓക്കെ, പിർ എന്ന് പറയും. ഈ ഇവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് മുരീദ്. ഓക്കെ, പിർ ആൻഡ് മുരീദ്. ഈവൻ പിറിനെ മുർഷിദ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഡിഫറെന്റ് പേരുകളുണ്ട്. ബട്ട് ഇവിടെ ജസ്റ്റ് പിർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ മുരീദ്, മുരീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്യന്മാർ, സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് പറയുന്ന പേര് പിർ എന്നുള്ളതാണ്. അപ്പം ഈ സൂഫിസത്തിന്റെ അടുത്തൊരു ഫീച്ചറാണ് പിർ മുരീദ്. ഓക്കെ, പിർ മുരീദ് റിലേഷൻ വാസ് ദിയർ. ഓരോ ആളുകൾക്കും ഓരോ സൂഫികൾ ഉണ്ടായിരുന്നു. ആ സൂഫികൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഈ സൂഫികളും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് മീറ്റിംഗ് നടത്തും, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിനെയാണ് കങ്ഖ എന്ന് പറയുന്നത്. ഓക്കെ, കങ്ഖ എന്ന് പറയുന്നത്. ലൈക്ക് ടേംസ് ഒക്കെ കുറച്ചൊരു സംടൈംസ് പുതിയതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം, ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. ബട്ട് കേൾക്കുന്ന സമയത്ത് ഓവർ ദ ടൈം ഇറ്റ് വിൽ ബിക്കം easy for you. Okay, so there were like Pir Murid tradition was there, and this Pir, അതായത് ഗുരുവും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന, നമ്മൾ ഇന്നത്തെ സ്കൂൾ എന്നൊക്കെ പറയുന്ന, അല്ല മദ്രസ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് കങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക. പിർ മുരിദ് ട്രഡീഷൻ വാസ് എ യുണീക് ഫീച്ചർ ഓഫ് ദി സൂഫി മൂവ്മെന്റ് ആണ്. ഓക്കെ, ദെൻ ഈ സൂഫി മൂവ്മെന്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പിർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഓരോ ഗുരുക്കന്മാരുടെ അണ്ടറിലും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രഡീഷൻസ് ആയിട്ട് ഈ സൂഫി മൂവ്മെന്റ് വളർന്നു വന്നു. എല്ലാ ആൾക്കാർക്കും ഒരേ കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബുദ്ധിസം ജൈനിസം ഒക്കെ പോലെ തന്നെയുള്ള ഡിഫറൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞു എന്ത്, ആബ്സല്യൂട്ട് ഡിവോഷൻ ടു ഗോഡ് ആയിരിക്കണം, നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യണം, അങ്ങനെ ചില ആളുകൾ പറഞ്ഞു. മറ്റു ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ സാക്രിഫൈസ് ഒന്ന് അതിലേക്ക് കംപ്ലീറ്റ് അങ്ങനെ വിട്ടതാക്കൊന്നും വേണ്ട, നമുക്ക് ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അങ്ങനെ ചില ആളുകളുടെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ആഡംബരത്തിലേക്ക് പോകരുത് എന്നുള്ളത് പറഞ്ഞു. എന്നാൽ വേറെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു, നമുക്ക് കിട്ടുന്ന ആഡംബരങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം, കാരണം ആ ആഡംബരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതാണ്. സോ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് കാഴ്ചപ്പാടുകളായിരുന്നു. അപ്പൊ ഓരോ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഫോളോവേഴ്സിനെയും കിട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഈ സൂഫി മൂവ്മെന്റ് വളർന്നു വന്നു. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസിനെ പറയുന്ന പേരാണ് സിൽസില എന്ന് പറയുന്നത്. ഓക്കെ, സിൽസില എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസ്ഡ് അപ്പോൺ ദ പിർ, അല്ലെങ്കിൽ ഏത് ഗുരു ആണോ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഓക്കെ, ഏത് സൂഫിയാണോ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അക്കോർഡിംഗ്ലി ഇവരുടെ ഐഡിയോളജിയിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. ഈ ഓരോ സിൽസിലിനെ കുറിച്ചിട്ടും വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ദർ വർ ചിസ്തി സിൽസില, ഓക്കെ, സുഹറവർദി സിൽസില വരുന്നുണ്ട്, നഷ്കബന്ദി സിൽസില വരുന്നുണ്ട്, ഖാദിരി സിൽസില വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ബേസ്ഡ് അപ്പോൺ, ഇപ്പൊ ലൈക്ക് നഷ്കബന്ദി അല്ലെങ്കിൽ നിസാമുദ്ദീൻ വരുന്നുണ്ട്. അതായത് നിസാമുദ്ദീൻ ഔലിയ, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്, നിസാമുദ്ദീൻ ഔലിയ. ഇദ്ദേഹത്തിന്റെ ചിസ്തില അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിൽസിലയിൽ വരുന്നതാണ് നിസാമുദ്ദീൻ സിൽസില എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും, ദെൻ ചിസ്തി എന്ന് പറയുന്നത്, സെഹ്റവർദി എന്ന് പറയുന്നത്, നഷ്കബന്ദി എന്ന് പറയുന്നത്, ഖാദി എന്നൊക്കെ പറയുന്നത്, ആ ഓരോ ഗുരു അല്ലെങ്കിൽ പിർ അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിൽസിലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? പിർ മുരീദ് റിലേഷൻസും സിൽസിലയും അനഘ ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, സിൽസില ഒന്നും കൂടി പറയോ? ഏതാണ് സിൽസില? ഓക്കെ, സിൽസില എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സൂഫി മൂവ്മെന്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിർ മുരീദ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗുരു ശിഷ്യ പരമ്പര. കാരണം അവരിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഐഡിയോളജീസ് ഒരാളിൽ നിന്ന് അടുത്ത ആളുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓരോ ഗുരുവും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പോണന്റ് ലൈക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നോക്കാം, അങ്ങനെ ഒരു എക്സാമ്പിൾസ് എടുക്കാൻ പാടാണ്. ലൈക്ക് ഇപ്പൊ നമ്മൾ സിവിൽ സർവീസിന്റെ കോച്ചിങ് തന്നെ എടുക്കാം. ഓക്കെ, സിവിൽ സർവീസിന്റെ കോച്ചിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം ഹിസ്റ്ററി എടുക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹസനയ്ക്ക് ഇഷ്ടം എ എന്ന് പറഞ്ഞ ഫാക്കൽറ്റിയാണ്.
ഓക്കെ, ദെൻ സുമയ്യക്ക് ഇഷ്ടം ബി എന്ന് പറയുന്ന ഫാക്കൽറ്റിയാണ്, അനഘയ്ക്ക് ഇഷ്ടം സി എന്ന് പറഞ്ഞ ഫാക്കൽറ്റിയാണ്. അപ്പൊ ഇങ്ങനെ എൻറ്റയർ ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഓരോ ഫാക്കൽറ്റീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം ഓരോരുത്തരുടെയും ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. സോ അക്കോർഡിംഗ്ലി ദർ വുഡ് ബി ഡിഫറെന്റ് ഫോളോവേഴ്സ്. ദ സെയിം വേ ഈ പിർ എന്ന് പറയുന്നത് ദേ ഇന്റർപ്രിറ്റഡ് ദ റിലീജിയൻ ഇൻ ഡിഫറെന്റ് വേസ്. എ എന്ന് പറയുന്ന ആള് കുറച്ച് ലിബറൽ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തു, ബി എന്ന് പറയുന്ന ആള് കുറച്ച് മോഡറേറ്റ് ആയിട്ടാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, സി എന്ന് പറയുന്ന ആള് കുറെ കൂടെ ഒരു ഓർത്തഡോക്സ് ആയിട്ട് തന്നെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഈ സീനെ ആയിരിക്കും ഫോളോ ചെയ്യുക, ചില ആളുകൾ ബി ആയിരിക്കും, ചില ആളുകൾ എ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ഇവർ സ്പ്രെഡ് ചെയ്ത് നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിൽസില എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ സിൽസില എന്ന് പറയും. അപ്പം ഇത് ഏത് സിൽസില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് നഷ്കബന്ദി സിൽസില ആയിരിക്കും, ഇത് ചിസ്തി സിൽസില ആയിരിക്കും, ഇത് സുഹ്റവർദി സിൽസില ആയിരിക്കും. ദെൻ സേ ഫോർ എക്സാമ്പിൾ ദർ വിൽ ബി ലൈക്ക് ഖാദിരി സിൽസില. ഓക്കെ, സോ ഇതിനെ പൊതുവായിട്ട് പറയുന്നത് സിൽസില എന്നാണ്. ആ ഓരോ സിൽസിലയിലും ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇനി രണ്ട് ടേമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വെക്കണം. ഒന്നാമത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ടേം തന്നെയാണ് ഖവാലി എന്ന് പറയുന്നത്. ഖവാലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മ്യൂസിക്കൽ ട്രഡീഷൻ ആണ്. ഓക്കെ, അടുത്തത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗുരു മരിച്ചു. ഈ ഒരു ഗുരു മരിക്കുന്ന സമയത്ത് ഇയാൾ തീർച്ചയായിട്ടും ഒരു വലിയ ആളാണല്ലോ, ഹീസ് ലൈക്ക് ഒരു നോബിൾ പേഴ്സൺ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗുരുവിനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഗുരു മരിക്കുന്ന സമയത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ ഗുരു മരിച്ച് അദ്ദേഹത്തിനെ അടക്കം ചെയ്ത സ്ഥലം ഒക്കെ എന്ത് ചെയ്തു, ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ലൈക്ക് ഹോളി ലാൻഡ്. ഓക്കെ, ഒരു വിശുദ്ധ സ്ഥലമായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് നടത്തുന്ന ആ ഒരു വിസിറ്റിനെ പറയുന്ന പേരാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സിയാറത്ത് എന്ന് പറയുന്നത്, യു മേ ബി നോയിങ് ദിസ്. ഓക്കെ, സിയാറത്ത് ഇപ്പൊ ലൈക്ക് ഇസ്ലാമിക് റെഡി അല്ലെങ്കിൽ മുസ്ലിംസ് ആണ് എന്നുണ്ടെങ്കിൽ സിയാറത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ടേം ആയിരിക്കും. ബട്ട് അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരത്തില് നടത്തുന്ന പിൽഗ്രിമേജ് വിസിറ്റിനെ പറയുന്ന പേരാണ് സിയാറത്ത്. UPSC ആസ് സച്ച് സിയാറത്ത് എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിയാറത്ത് എന്താന്നുള്ളത്, സിയാറത്ത് ട്രഡീഷൻ എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം സിയാറത്ത് ഇസ് ലൈക്ക് ദ പിൽഗ്രിമേജ് വിസിറ്റ് ടു ദ ഹോളി ലാൻഡ്സ് ഓർ ലൈക്ക് ദ പിൽഗ്രിമേജ്, അതിനാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഖവാലി എന്താന്നുള്ളതും സിയാറത്ത് എന്താന്നുള്ളതും ഇതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക. ഇനി ജസ്റ്റ് ലൈക്ക് എന്ത് കാര്യം പറയുന്ന സമയത്തും അതിന് രണ്ട് സൈഡ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ലോസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നത് ഇസ്ലാമിക് ലോസ് അത്ര സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതില്ല, അതിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള രൂപത്തിലേക്ക്, നോട്ട് സ്ട്രിക്റ്റ്. ഓക്കെ, സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു ജനറൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എന്നാൽ അതിനെ കാര്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂഫി മൂവ്മെന്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യണം, ഇത് ഫോളോവേഴ്സ് ആണ്. ഫോളോവേഴ്സ് സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് വാദിച്ചിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് ബാശറം എന്ന് പറയുന്നത്. ബാശറം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും ഫോളോ ചെയ്യേണ്ട, നോട്ട് ടു ഫോളോ എന്ന് പറയുന്ന ആൾക്കാരെയാണ് ബേശറം എന്ന് പറയുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, ഇവിടെ ഈലും ഏലും വരുന്ന ഒരു മാറ്റം, ബാശറം ബേശറം. ഓക്കെ, ഇങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ, ബാശറം ആൻഡ് ബേശറം? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ. Now, just like the Bhakti movement, here also we have to discuss the importance എന്താണ്. What was the importance of the change? Okay, so what will be the change that you think Sufi movement കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു ചേഞ്ച് എന്തായിരിക്കാം? Any suggestions നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ റീകളക്ട് ചെയ്താലും മതി. ഭക്തി മൂവ്മെന്റിൽ അവിടെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. എനിക്ക് ഹസ്ന സുമയ്യ മ്യൂസിക് ഒക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നു. യെസ്, എക്സാക്ട്ലി. ഓക്കെ, സോ മ്യൂസിക് ഡെഫിനറ്റ്ലി പുതിയതായിട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിനെ ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് പറയണം. ഓക്കെ, നമ്മളിങ്ങനെ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല. വി ഹാവ് ടു പോളിഷ് ചെയ്ത് ഒരു UPSC ആൻസർ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്ന് സൗണ്ട് ആക്കി പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഔട്ട്ലുക്ക്. ഓക്കെ, ന്യൂ ഔട്ട്ലുക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ന്യൂ ഔട്ട്ലുക്ക് ടു ഇസ്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ട്രഡീഷണൽ മ്യൂസിക് ഇങ്ങനത്തെ കാര്യങ്ങൾ കവാലീസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പിർ മുരീദ് അങ്ങനത്തെ ഒരു റിലേഷൻസ് കാര്യങ്ങൾ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സിൽസിലാസോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. So there emerged a new outlook to Islam. Okay, then what else? പിന്നെ എന്താ പറയാൻ പറ്റുക? ഭക്തി മൂവ്മെന്റിലെ പോലെ ഗോഡിനോടുള്ള ഇഷ്ടം. Yes, there is this service to അല്ലെങ്കിൽ like devotion to God. Okay, devotion to God. ഇനി ഭക്തി മൂവ്മെന്റിലും സൂഫി മൂവ്മെന്റിലും ഒരുപോലെ ഡിവോഷൻ ടു ഗോഡ് മീൻസ് ദൈവത്തിനോടുള്ള ഡിവോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർവീസ് ടു മാൻകൈൻഡ്. സർവീസ് ടു മാൻകൈൻഡ്. ഓക്കെ, അതായത് ഈ ഭക്തി എന്ന് പറയുന്നത് ലൈക്ക് ദൈവം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ ആരാധിക്കുക എന്നുള്ളതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പലപ്പോഴും പല സിനിമയിലും കാണാറില്ലേ, ഈ ഭണ്ഡാരത്തിലല്ല പൈസ ഇടുക, നേരെ മറിച്ച് ക്ഷേത്രത്തിന് മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള. സോ ദ സെയിം വേ
ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദ സർവീസ് ടു ദ മാൻകൈൻഡ്. ഇത് രണ്ടിലും ഒരേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭക്തി മൂവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് മാധവ സേവ ഇസ് മാനവ സേവ. ഓക്കെ, മാധവ സേവ മാനവ സേവ എന്ന് വെച്ചാൽ മാധവ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോഡ്. ഓക്കെ, മാധവ സേവ. മാനവ സേവ എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കലാണ്. മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ദെൻ നേരെ മറിച്ച് നമ്മുടെ ലൈക്ക് ഇസ്ലാമിക് ട്രഡീഷൻസിലേക്ക് വരുന്ന സമയത്ത് ദേ പ്രൊമോട്ടഡ് ദ സെയിം തിങ്. ഓക്കെ, സെയിം ആയിട്ടുള്ള സാധനം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലൈക്ക് സക്കാത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇറ്റ് ഓൾ ബിക്കം സ്ട്രോങ്. ഇതിനൊക്കെ കുറെ കൂടെ സൂഫി മൂവ്മെന്റ്സ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എസ്പെഷ്യലി ലൈക്ക് ദ പുവർ ആൻഡ് ഡൗൺ ട്രോഡൻ. പുവർ ആയിട്ടുള്ള ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ബോത്ത് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്, ആൻഡ് ദാറ്റ് ഈസ് ഓഫൺ ഇക്വേറ്റഡ് വിത്ത് ഡിവോഷൻ ടു ഗോഡ്. ദൈവത്തിനോടുള്ള ആരാധന, ദൈവത്തിനോടുള്ള ഈ ഒരു ഡിവോഷൻ, ഭക്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർവീസ് ടു ദ മാൻകൈൻഡ്. രണ്ടിലും ഒരേപോലെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. Then what else? Then obviously നിങ്ങൾ നേരത്തെ കണ്ട ഈ മെയിൻ ട്രഡീഷൻ ഇതിനകത്ത് പറയാൻ പറ്റില്ലേ? എങ്ങനെ ഈ പിർമുരീദ് ട്രഡീഷൻ ഇതിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലേ? യെസ്, ഡെഫിനറ്റ്ലി പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതും കൂടെ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തു? ഈ പറയുന്ന ന്യൂ ഔട്ട്ലുക്കിൽ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനത്തെ എല്ലാ കാര്യം ഇവിടെ പോയി. ഓക്കെ, അതായത് മ്യൂസിക്കൽ ട്രഡീഷൻസ് ആയാലും പിർ മുരീദ് ആയാലും സിൽസിലാസ് ആയാലും ഇതൊക്കെ നമ്മുടെ ഈ ഒരു ന്യൂ ഔട്ട്ലുക്ക് എന്ന് പറയുന്നതിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് പോയി. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ മെയിൻസ് ആൻസറിൽ നിന്ന് കിട്ടും, സോറി മെയിൻസിന്റെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇവിടെയൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഭക്തി ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദി ഭക്തി ലിറ്ററേച്ചർ. ഇനി ശ്രുതി ശർമ്മയുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെർണാക്കുലർ ലാംഗ്വേജ്. ഓക്കെ, അവിടുത്തെ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. സോ ഇറ്റ് ഓൾ പ്രൊമോട്ടഡ് വെർണാക്കുലർ ലാംഗ്വേജ് ആൻഡ് ദ ലിറ്ററേച്ചർ. ഓക്കെ, വെർണാക്കുലർ ലാംഗ്വേജിനെയും ലിറ്ററേച്ചറിനെയും പ്രൊമോട്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൂന്താനായാലും എഴുത്തച്ഛനായാലും അവർ എഴുതിയത് മലയാളത്തിലാണ്. മലയാളത്തിന്റെ ഭാഷാ പിതാവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തന്നെ എഴുത്തച്ഛനെയാണ്. ഇതേപോലെ ഓരോ പ്രദേശത്തും അതായത് ലോക്കൽ ലാംഗ്വേജില് ഭക്തി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. So both Bhakti, Sufi and Bhakti movement, they promoted vernacular language. Vernacular language അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ശ്രുതി ശർമ്മയുടെ ആൻസർ നോക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദാറ്റ് വെരി ക്ലിയർലി. താഴത്തേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം. You just go through it. So as you can see, it began from the 7th century in the South India. Basic information കൊടുത്തു. Then the development of the devotional literature. അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. Okay, so Guru Nanak, Adi Granth, it was from the Punjabi. Okay, so Punjabi language. Then Kabir. Then Kabirയുടെ ഗ്രന്ഥാവലി വരുന്നുണ്ട്. That was in Braj Bhasha. Okay, then Malik Muhammad Jaishal, അദ്ദേഹത്തിന്റെ പത്മാവത് വരുന്നുണ്ട്. It was in Awadhi. Then like Sarangadeva വരുന്നുണ്ട്, സങ്കീർത്തന, it was in Assamese. Then Chaitanya Mahaprabhu. Okay, this was the another question. Okay, he was from the Bengal. Chaitanya Mangal വരുന്നുണ്ട്. Then Alvars and Nayanars വരുന്നുണ്ട്, from Tamil വരുന്നുണ്ട്. Then Eknath Tukaram വരുന്നുണ്ട്, he was in Marathi. Then Mirabai വരുന്നുണ്ട്, Rajasthani. So it all you can see, they all promoted this regional languages. അവരുടെ ഓരോരുത്തരുടെയും റൈറ്റിംഗ്സ് ആ റീജിയണൽ ലാംഗ്വേജിലാണ്. ആസ് യു ക്യാൻ സി, വളരെ കൃത്യമായിട്ട് മാപ്പ് വരച്ച് ഒരൊറ്റ മാപ്പിൽ ഓരോരുത്തരുടെയും വെച്ച് അങ്ങ് എഴുതി. ഇറ്റ്സ് ഡൺ. ഡെവലപ്മെന്റ് ഓഫ് ദ ലിറ്ററേച്ചർ. ആരായിരുന്നു, ഏത് പ്രദേശമായിരുന്നു, അവർ ഏത് രൂപത്തിലാണ് പ്രൊമോട്ട് ചെയ്തത്, ലൈക്ക് ലിറ്ററേച്ചറിന്റെ പേരും കൊടുത്തു, നളയിലെ ദിവ്യ പ്രബന്ധം. ഓക്കെ, ദെൻ തുക്കാറാമിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബങ്കാസ്. ഓക്കെ, ആസ് യു ക്യാൻ സി അബങ്കാസ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ചൈതന്യ മംഗൾ. മൂന്നും അവിടെ ഇൻക്ലൂഡ് ചെയ്തു. ആരാണ്, അദ്ദേഹത്തിന്റെ കൃതികൾ എന്താണ്, ഏത് ലാംഗ്വേജ് ആണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, സോ യു ക്യാൻ സി ദ വേ ഷീ പ്രസന്റഡ് ദ ആൻസർ ആൻഡ് വൈ ഷീ ഈസ് റാങ്ക് ഹോൾഡർ. വളരെ ക്രിസ്പായിട്ട് ടു ദ പോയിന്റ് ആയിട്ട് ചോദ്യം മനസ്സിലാക്കിയിട്ട് ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, സോ ഓൺലി ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് ദി ആൻസേഴ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേ വി ക്യാൻ ഗെറ്റ് ദി മാർക്സ്. പ്രൊഡ്യൂസ് ദി ആൻസേഴ്സ് ഇൻ ദാറ്റ് ക്രിസ്പ്, അത്രയും സ്പെസിഫിക് ആയിട്ട് ആൻസേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. Okay, then finally, however the diversity, okay, in vernacular language, അതിന്റെ second part of the questions that also she addressed, അത് like liberal socio
റിലീജിയസ് ടീച്ചിങ്സ് അതിലേക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ദേ എംഫസൈസ്ഡ് ഓൺ ദ കമ്മ്യൂണൽ ഹാർമണി. ഓക്കെ, ദെൻ ഔട്ട്വേർഡ്ലി റിച്വൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്വേർഡ്ലി റിച്വൽസ് വെർ റിജക്റ്റഡ്. എംഫസൈസ് ഓൺ ഹെൽപ്പിംഗ് അതേഴ്സ്, അതിന് എക്സാമ്പിൾ ആണ് ലാംഗർ, സിഖ് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ വരുന്നതാണ്. സോ ലൈക്ക് മാനവ സേവ ഇസ് മാധവ സേവ. ഓക്കെ, അതിനെ അങ്ങനെ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വേറ്റ് ചെയ്തു. ദെൻ റിജക്ടിങ് ദി കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് ഓർ ദി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ദെൻ ഫൈനലി ഷി ഗിവ് എ കൺക്ലൂഷൻ. ഇതില് എക്സെപ്റ്റ് ദിസ് പാർട്ട്, ഇത് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരുടെ ലൊക്കേഷൻസ് കാര്യങ്ങൾ പഠിക്കും. ബാക്കി ഈ കാര്യമൊക്കെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. ഓക്കെ, ബട്ട് ഹൗ യു ആർ ഗോയിങ് ടു പ്രസന്റ് ഇറ്റ്, ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അതെങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഫസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഔട്ട്ലുക്ക് ടു ഇസ്ലാം. ഓക്കെ, സൂഫി മൂവ്മെന്റിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് ന്യൂ ഔട്ട്ലുക്ക് ടു ഇസ്ലാം. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ സർവീസ് ടു പുവർ ആൻഡ് ഡൗൺ ട്രോഡൻ. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രദർഹുഡ് ആണ്. ഓക്കെ, ബ്രദർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഹദത്തുൽ വുജൂദ് ആണ്. ഓക്കെ, വഹദത്തുൽ വുജൂദ്. ഇതുപോലെ വഹദത്തുൽ സുജൂദും വരുന്നുണ്ട്, ബട്ട് ദാറ്റ്സ് എ ഡിഫറെന്റ് കൺസെപ്റ്റ്. അപ്പൊ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ്, എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണ് ഈ പറയുന്ന സൂഫീസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ ലൈക്ക് ഫോം ഡിഫറെന്റ് ആയിരിക്കാം, ആരാധിക്കുന്ന ആളുകൾ ഡിഫറെന്റ് ആയിരിക്കാം, ബട്ട് എവ്രി വൺ ഈസ് വർഷിപ്പിംഗ് ദ ഗോഡ്. അതിന്റെ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഈ ദൈവത്തിനെ പല പേരുകളിൽ വിളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകൾ സൂഫിസത്തിന്റെ ഭാഗമായിട്ട് സ്പ്രെഡായി. ഇതിനെയാണ് വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്രിസ്ത്യൻ എനിക്ക് തോന്നുന്നു ക്രിഷ് 3 അങ്ങാണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു സോങ് വരുന്നുണ്ട്, ഗോഡ് അള്ളാ ഓർ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ദ സെയിം എന്ന് പറയുന്നത് അത് ലൈക്ക് ഈ പറയുന്ന സൂഫി സോങ്സിന്റെ ഒരു ആൾട്ടേർഡ് വേർഷൻ ആണ്. ഗോഡ് അള്ളാ ഓർ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സോങ് വരുന്നുണ്ട്, നേ ബനായ ഏക് ഇൻസാൻ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസാൻസ് അല്ലെങ്കിൽ ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേര് കൊടുക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇവരും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ പറയുന്ന പേരാണ് വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്നത്. സോ ദേ പ്രൊമോട്ടഡ് ദ കോമൺ ബ്രദർഹുഡ് ആൻഡ് ദി ഫ്രറ്റേണിറ്റി. ഓക്കെ, സോ ദാറ്റ് ആൾസോ യു ക്യാൻ ഇൻക്ലൂഡ്. ദെൻ ബിക്കോസ് ഇങ്ങനെ ഒരു ബ്രദർഹുഡ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടായിരിക്കും, ഇറ്റ് വിൽ ലീഡ് ടു ദി ഇക്വാലിറ്റി. ഓക്കെ, സോ ബ്രദർഹുഡ് ഉണ്ടായി കഴിഞ്ഞാൽ ദർ വിൽ ബി ഈക്വാലിറ്റി, ഈക്വൽ ട്രീറ്റ്മെന്റ് വരും, സോഷ്യൽ ജസ്റ്റിസ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉലമാസ് വേഴ്സസ് സൂഫി, ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉലമാസ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ഗ്രൂപ്പ്സ് ആണ്, സൂഫീസ് എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു മോഡേൺ വ്യൂ ഉള്ള ആൾക്കാരാണ്, മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാരാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പൊ നമ്മൾ ആൻസർ നോക്കിയിട്ടുള്ള റീജിയണൽ ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, സോ ആ ലിറ്ററേച്ചർ ആണ് ശ്രുതി ശർമ്മയുടെ ഈ ഒരു ആൻസറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ആൻസറിൽ കാണുന്ന പോലെ ഇറ്റ് പ്രൊമോട്ടഡ് ദ റീജിയണൽ ലിറ്ററേച്ചർ ആൾസോ. ഓക്കെ, സോ ദാറ്റ് ആൾസോ യു ക്യാൻ നോട്ട്. സോ ഈ ഒരു കാര്യം ക്ലിയർ ആണോ? വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓർ ദ കോൺട്രിബ്യൂഷൻസ് ഓർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൂഫി മൂവ്മെന്റ്? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഹസ്നാനൊക്കെ? എന്തെങ്കിലും ഡൗട്ട്? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്, ബട്ട് ദിസ് ഈസ് വെരി മച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാപ്റ്റർ ഡിസ്കഷൻ. ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ആസ് യു ക്യാൻ സി ഇറ്റ്സ് അബൌട്ട് ദ ഡിവോഷൻ ആൻഡ് പാത്ത് ടു ദ ഡിവൈൻ. ആ ഒരു ഗോഡിലേക്കുള്ള ആ ഒരു പാത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ ടൈം ഓൺവേർഡ്സ് ദർ വാസ് ദിസ് ഭജനാസ്, കീർത്തനാസ് ആൻഡ് കവാലീസ്, അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ എല്ലാത്തിനും ടോപ്പ് ആയിട്ട് ദർ ഇസ് ഓൺലി വൺ സുപ്രീം ഗോഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ. ഓക്കെ, ദാറ്റ് ഇസ് മോണോത്തിസം ഓർ ലൈക്ക് മോണോയിസം, വൺ സുപ്രീം ഗോഡ് ഓർ ലൈക്ക് ദ ഗോഡ് ഇസ് ദ സുപ്രീം. ആ ഒരു ഐഡിയയിൽ നിന്നാണ് പിന്നീട് ഈ പറയുന്ന ഭക്തി സൂഫി മൂവ്മെന്റ്സ് ഒക്കെ എമേർജ് ചെയ്ത് വരുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദ സെയിം ദിസ് ഐഡിയ ഇസ് ആൾസോ അഡ്വക്കേറ്റഡ് ഇൻ ദ ഭഗവത്ഗീത. ഓക്കെ, അപ്പം അവർ ഇനീഷ്യൽ ടൈംസിൽ ഭഗവത്ഗീത ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ശിവ ആൻഡ് വിഷ്ണു, they actually like emerged as the supreme deities. Durga was also there, but Durga എന്ന് പറയുന്നത് കുറെ കൂടെ ഫോക്ക് ട്രഡീഷൻസിലായിരുന്നു സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഭദ്രകാളി ട്രഡീഷൻസ്. അപ്പൊ ആ രൂപത്തിൽ ദുർഗ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമിനെക്കാളും
കുറെ കൂടെ ട്രൈബൽ കൺസെപ്റ്റിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഫോക്ലോർ ട്രഡീഷൻസിലായിരുന്നു കൂടുതൽ വന്നത്. മെയിൻ സ്ട്രീമിൽ ശിവ ആൻഡ് വിഷ്ണു ഇതായിരുന്നു ലൈക്ക് മേജർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഈവൻ ദി ലോക്കൽ മിത്സ്, ഓക്കെ, ലെജൻഡ്സ് ബിക്കം പാർട്ട് ഓഫ് ദ പുരാണിക് സ്റ്റോറീസ്. അപ്പൊ ഈ ലോക്കൽ ട്രഡീഷൻസിലും ലോക്കൽ മിത്തിലൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും, അതായത് അവരൊക്കെ വിഷ്ണുവിന്റെ അവതാരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ശിവന്റെ അവതാരങ്ങളായിരുന്നു, ദുർഗയുടെ അവതാരങ്ങളായിരുന്നു എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനൊക്കെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭക്തി മൂവ്മെന്റ് ഒക്കെ വന്ന സമയത്ത്. ഓക്കെ, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിശ്വാസങ്ങളെ പുരാണിക് വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യ കാലങ്ങളിൽ ഭക്തി മൂവ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ദ ന്യൂ കൈൻഡ് ഓഫ് ദ ഭക്തി ഇൻ സൗത്ത് ഇന്ത്യ, നായനാർസ് ആൻഡ് ആൾവാർസ്. അവരെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നായനാർസ് ഷൈവൈറ്റ് ആണ്, ആൾവാർസ് ദിസ് വി ഇസ് ദേർ ആൻഡ് വിഷ്ണു. ഓക്കെ, ആൻഡ് ഈ നായനാർസിനെയും ആൾവാർസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വേർ പാർട്ട് ഓഫ് ദിസ് ആൾവാർസ് ആൻഡ് നായനാർസ്. ഓക്കെ, ദാറ്റ് ഇസ് ഹിയർ, ലൈക്ക് ഈവൻ ഫ്രം ദ അൺടച്ചബിൾസ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എവ്രി വൺ ക്യാൻ അറ്റൈൻ ദ സാൽവേഷൻ, അങ്ങനത്തെ ഒരുപാടായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫർദർ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു തേവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടുകളുടെ കളക്ഷനെയാണ് തേവാരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ തേവാരത്തിനെ കുറിച്ചിട്ട് ഓൾറെഡി UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ യു ക്യാൻ സീ അപ്പർ, ഓക്കെ, സമ്പന്തർ, സുന്ദരർ, ഓക്കെ, മാണിക്കവാസകർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ടു സെറ്റ് ഓഫ് കമ്പൈലേഷൻസ് ഓഫ് ദിയർ സോങ്സ് തേവാരം ഇൻ ഓർഡർ ടു പ്രൈസ് ദി ശിവ. നായനാർസ് ആണ്. ഇതേ ചോദ്യമാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. യു ക്യാൻ സി ഈ ഓരോരുത്തരും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പർ, സുന്ദരർ, ഓക്കെ, ഷൈവൈറ്റ്സ്. സോ ദാറ്റ്സ് വൈ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. അപ്പൊ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഫ്രം ദാറ്റ് ഇറ്റ് സെൽഫ്. ദെൻ അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സയൻസ് ആരൊക്കെയാന്നുള്ള രൂപത്തിൽ, അതുപോലെ സൈൻ കബീർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, ഈ രൂപത്തിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ബട്ട് ദ ആൻസർ എന്ന് പറയുന്നത് neither one nor two ആണ്. Then the Sufi science who maintained that devotional music was one way of coming close to the God. ഈ രൂപത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, the Sufi science who maintained that the devotional music was one way of coming close to God. So this was the Muinuddin Chishti. ഈ മുയിനുദ്ദീൻ ചിസ്തിയിൽ നിന്നാണ് ചിസ്തി സിൽസില ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ഫരീദ് സിൽസില വരുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഡിഫറെന്റ് സിൽസിലാസ് ഓരോ ആളുകളിൽ നിന്നും വരുന്നുണ്ട്. സോ 2021 UPSC ആ പെർസ്പെക്റ്റീവില് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഐ എം ജസ്റ്റ് ടെല്ലിംഗ് യു ദാറ്റ് ഈച്ച് ഓഫ് ദിസ് ഇൻഫർമേഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ദെൻ യു ക്യാൻ സീ ദ ദിവ്യ പ്രബന്ധം, നളയിലെ ദിവ്യ പ്രബന്ധത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആണ്ടാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ദർ വർ 12 ആൾവാർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഓൺലി നോൺ ഫീമെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആണ്ടാൾ വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ആൾവാർസിന്റെ കമ്പൈൽ ആയിട്ടുള്ള ഗ്രന്ഥത്തിനെയാണ് നളയിലെ ദിവ്യപ്രബന്ധം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പല തവണ UPSC പ്രിലിംസ് എക്സാമിനേഷനിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ അതൊന്ന് റീഡ് ചെയ്യാം. ദെൻ ആഗ്യോഗ്രാഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി റിലീജിയസ് ആയിട്ടുള്ള ബയോഗ്രഫീസ് ആണ്. ഓക്കെ, ആ റിലീജിയസ് ആയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആൾക്കാർ, അവരെ കുറിച്ചിട്ടുള്ള ബയോഗ്രഫീസ് ഓക്കെ ആളുകൾ എഴുതി വെക്കുന്നതിനെയാണ് ഹാഗ്യോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് കൊടുത്ത സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ദെൻ ദ ഫിലോസഫി ഓഫ് ദി ഭക്തി, ഇത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ആദിശങ്കരാചാര്യരുടെ ഒരു കേസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ അദ്ദേഹം പറയുന്നത് മായ, ഈ ദിസ് എൻറ്റയർ തിങ് ഇസ് ലൈക്ക് എ മായ, ദ റിയാലിറ്റി സംതിങ് എൽസ് എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. Then it also talks about the Ramanuja or the Ramanujarian. Okay, Ramanujariane കുറിച്ചൊക്കെ ഇവിടെ just mention ചെയ്യുന്നുണ്ട്. So you can read about it. Then Basavanna's Veerashaivism. You can see it's also Shaivism. So Basavanna എന്ന് പറയുന്നത് കർണാടക. Okay, so കർണാടക ഏരിയയിലാണ് ബസവണ്ണ മേജർ ആയിട്ട് വരുന്നത്. ആൻഡ് ദർ ഇസ് ലൈക്ക് അല്ലാമ പ്രഭു, അതുപോലെ അക്കമ്മ ദേവി, ഇവർ രണ്ടുപേരും ഇദ്ദേഹത്തിന്റെ സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ദേ റൂട്ടഡ് ഇൻ കർണാടക ഇറ്റ് സെൽഫ്. ഓക്കെ, സോ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ് ആരാന്നുള്ളതാണ്. ദെൻ ബസവണ്ണയുടെ അദ്ദേഹത്തിന്റെ രചനകളെയാണ് വചനാസ് എന്ന് പറയുന്നത്. ഓക്കെ, വീരശൈവ വചനാസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ രചനകളെയാണ് വചനാസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ശ്രുതി ശർമ്മ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ രചനകളെയാണ്
ചൈതന്യ മംഗൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കബീറിന്റെ ആണ് എന്തെന്ന് പറയുന്നത്, കബീർ ഗ്രന്ഥാവലി എന്ന് പറയുന്നത്. സോ ദ സെയിം വേ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് വചനാസ്. ഓക്കെ, ബസവണ്ണയുടെ വചനാസ് ആണ്. സോ ബസവണ്ണ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവ്രി ഇയർ ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു സാധനമാണ്. ബസവണ്ണയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ധാരാളം ആശ്രമങ്ങൾ ഇന്നും കർണാടകയിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് സെലിബ്രേഷൻസ് ഒക്കെ വരാറുണ്ട്. അത് വരുന്ന സമയത്തൊക്കെ കറണ്ട് അഫയേഴ്സിൽ അത് ന്യൂസിലും വരാറുണ്ട്. ദെൻ ഭക്തി മൂവ്മെന്റ്സ് ഇൻ ഡക്കാൻ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ്സിൽ അതിൽ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് നാംദേവ്, ഏകനാഥ്. ഓക്കെ, ഏകനാഥ് തുക്കാറാം, അതാണ് ശ്രുതി ശർമ്മയുടെ ഈ ഒരു ആൻസറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഏകനാഥ് തുക്കാറാം. ഓക്കെ, സോ ഏകനാഥ് തുക്കാറാം അത് ലൈക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ദെൻ ഗുജറാത്തി സെയിന്റ് ആയിട്ടുള്ള നർസി മേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അബങ്കാസ്. ഓക്കെ, തുക്കാറാമിന്റെ അബങ്കാസ്, ദാറ്റ്സ് വാട്ട് യു സി ഓവർ ഹിയർ, അബങ്കാസ്. ഓക്കെ, ഏകനാഥ് ആൻഡ് തുക്കാറാം അവരുടെ അബങ്കാസ്. സോ ജസ്റ്റ് read this NCERT very carefully, this chapter. Then as we said, like നാദപന്തി, സിദ്ധാസ്, യോഗീസ്, ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്ത ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ടുകളാണ്. ആൻഡ് ദ യോഗീസ് പ്രൊമോട്ടഡ് ഡിഫറെന്റ് യോഗാസനാസ്. ഓക്കെ, മെഡിറ്റേഷന് വേണ്ടിയിട്ട് ദേ പ്രൊമോട്ടഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് യോഗാസനാസ്. അതിനെ കുറിച്ചിട്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. Then finally coming to the Islam, there is Sufi movements. Okay, so അതിൻ്റെ അകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. And they believed in supernatural things also, mystics. Okay, അതായത് ചില മന്ത്രങ്ങൾ അല്ല, മന്ത്രവിദ്യൻസ് ലൈക്ക് മാജിക്. ഓക്കെ, അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ്. ഇത്തരത്തിലുള്ള സയൻസ് എന്ന് പറയുന്ന ഒരു ബിലീഫ്സ് ഒക്കെ ചില കാര്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ദാറ്റ് ലേറ്റർ ഓൺ ഗെറ്റ് റിമൂവ്ഡ് ഫ്രം ദ സൊസൈറ്റി. അങ്ങനത്തെ ഉള്ള തോട്ട്സ് ഒക്കെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാവുന്നുണ്ട്. ദെൻ ചില ആളുകൾ ഓക്കെ, they loved the God and disregard for the world. ഈ ലോകത്തുള്ള ഒന്നും അവരെന്ത് ചെയ്യില്ല, അതായത് മെറ്റീരിയലിസ്റ്റിക്കിൽ നിന്ന് സ്പിരിച്വലായി. മെറ്റീരിയലിസ്റ്റിക് ആകുന്ന സമയത്താണ് ഈ ലോകത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കൂടുതലായിട്ട് ഭ്രമിപ്പിക്കുന്നത്. എന്നാൽ ഈ ലോകത്തുള്ള ഒന്നും എന്നെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ബട്ട് ഐ ആം ഇൻ ടു ദ ഗോഡ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ലൈക്ക് എ കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് ഫോർ ദിസ് വേൾഡ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ അങ്ങനെയുള്ള ചില പോയിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ് ദം. ലൈക്ക് ഗസാലി, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. റൂമി, ഷാദി. ഇപ്പോഴും ലൈക്ക് റൂമിയിലൊക്കെ പല കവിതകളും നിങ്ങൾ ചിലപ്പം കേൾക്കുന്നുണ്ടായിരിക്കും, പലരും ഒക്കെ കോട്ട് ചെയ്യുന്നതൊക്കെ യു മേ ഹാവ് സീൻ. ദെൻ ലൈക്ക് സാമ, സിംഗിങ് വാസ് ദിയർ, ആൻഡ് റാക്സ്, ഡാൻസിങ്. അപ്പൊ ഒരു സിംഗിങ് ആൻഡ് ഡാൻസിങ് എന്ന് പറയുന്ന ട്രഡീഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി സൂഫി ട്രഡീഷൻ. ദെൻ ദർ ഇസ് ദിസ് പിർ, ദെൻ പിർ ആൻഡ് മുരീദ്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ലൈക്ക് ഡിഫറെന്റ് സിൽസിലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ദാറ്റ് ആൾസോ ഓവർ ഹിയർ. ഓക്കെ, സോ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഫൈനലി ഡൽഹി സുൽത്താനേറ്റ്സ്, ഹൗ ദേ സപ്പോർട്ടഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സിൽസിലാസ്, എസ്പെഷ്യലി ചിസ്തി സിൽസിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദി മൊയിനുദ്ദീൻ ചിസ്തി, ഹി ഈസ് ഫ്രം ദി അജ്മീർ. ഓക്കെ, സോ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദെൻ കങ്കാസ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതായത് പിർ മുരീദ്. ഇവര് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് കങ്കാസ് എന്ന് പറയുന്നത്. ദാറ്റ് അസംബ്ലി ഈസ് കോൾഡ് കങ്കാസ്. ദെൻ ഇവരുടെ ടോംസ്, ഇവർ മരിച്ചു കഴിഞ്ഞാലുണ്ടായിരുന്ന ശവകുടീരം, അതാണ് ദർഗ. ഈ ദർഗയിലേക്ക് നടത്തുന്ന വിസിറ്റിനെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സിയാറത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വിസിറ്റിംഗ് ദി ഹോളി പ്ലേസസ്. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. So just go through it. Okay. Then the new religious developments in the North India, basically like നാദപന്തി, സിദ്ധാസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പുതിയ വേ ഓഫ് റിലീജിയസ് ഡിവോഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണ രാധ ഓർ ലൈക്ക് കൃഷ്ണ ഭക്തി ഒക്കെ എമേർജ് ചെയ്യുന്നത്, എസ്പെഷ്യലി എമംഗ് ദ മീരാബായ്. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഭക്തി എമേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൺ ഇസ് ദ നിർഗുണ ആൻഡ് ദ അതർ ഇസ് സഗുണ. സഗുണ വേഴ്സസ് നിർഗുണ. അപ്പൊ നിർഗുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഫോം ഇല്ല. ഓക്കെ, ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജ് വേണ്ട. ഓക്കെ, ഐഡൽസ് വേണ്ട. ലൈക്ക് ദ ഗോഡ് ഇസ് റിസൈഡിങ് വിത്തിൻ അസ്, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നിർഗുണ എന്ന് പറയുന്നത്. ഫോംലെസ് ഗോഡ്, ദ ഗോഡ് ഹാസ് നോ ഫോം.
ബട്ട് സഗുണ എന്ന് പറയുന്ന സമയത്ത് ദ ഗോഡ് ഇസ് ഹാവിങ് എ ഫോം, ദൈവത്തിന് ഒരു രൂപമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്, സഗുണ ഭക്തി സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഗുരുനാനാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്രം ദി പഞ്ചാബ്. കബീറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓക്കെ. തുളസീദാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹിസ് രാമചരിത മാനസ്, അദ്ദേഹത്തിന്റെ കമ്പൈലേഷൻ ആണ് രാമചരിത മാനസ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ അവധി, വെർണാക്കുലർ ലാംഗ്വേജ് ആണ്. ആൻഡ് യു ക്യാൻ സീ ദ സെയിം, ഓക്കെ, സെയിം യു ക്യാൻ സീ ഓവർ ഹിയർ, അവധി. ഓക്കെ, സോ ഈ അവധി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള മറ്റൊരാളാണ് തുളസീദാസ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ആൾസോ. ഓക്കെ, ദെൻ ദിസ് വാസ് ദി ആൻസർ. ഈ ഒരു മാപ്പാണ് നിങ്ങൾ എവിടെ കണ്ടത്, ശ്രുതി ശർമ്മയുടെ ഈ ആൻസറിൽ കണ്ടത്. ഓക്കെ, ദിസ് ഇസ് ദ മാപ്പ് ടേക്കൺ ഫ്രം ഹിയർ. യു ക്യാൻ സീ ബസവണ്ണ, നാംദേവ്, ഓക്കെ, ദെൻ മീരാബായ്, സൂർദാസ്, കബീർദാസ്, ഓക്കെ, വല്ലഭാചാര്യ, തുളസീദാസ്, ശങ്കരദേവ, ചൈതന്യ മഹാപ്രഭു, രാംദാസ്. അപ്പൊ ആ ഒരു ഐഡിയ, വേ ഓഫ് പ്രസന്റേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഗുരുനാനാക്ക് ഫ്രം പഞ്ചാബ്. ഓക്കെ, ആ ഒരു ഐഡിയ ഓർ വേ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ടേക്കൺ ഫ്രം ഹിയർ. ഓക്കെ, രാമാനുജ വരുന്നുണ്ട്, ആൾവാർസ് ആൻഡ് നായനാർസ് അത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി ടേക്കൺ ഫ്രം ഹിയർ. ദെൻ അതുപോലെ തന്നെ ഏകസരണ നമ്മ ധർമ്മ, ഓക്കെ, സുപ്രീം സറണ്ടർ ടു വൺ. ഈ ഒരു സറണ്ടർ എന്ന് പറയുന്നതാണ് ഈ സൂഫി എന്ന് പറയുന്നതിന്റെ വെരി കൺസെപ്റ്റ്, ദിസ് എസൻസ്. ശങ്കരദേവ, ഓക്കെ, ഫ്രം ദി ആസാം, അവിടുന്ന് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഏകസരണ, അതുപോലെ ലൈക്ക് നമ്മധർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതും കൂടെ ഒന്ന് അവിടെ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാം. ദെൻ സൂർദാസിന്റെ ചില കൃതികൾ ഇവിടെ പറയുന്നുണ്ട്, ദാറ്റ് യു ഹാവ് ടു നോട്ട്. ഓക്കെ, സുർസംഗ്ര വരുന്നുണ്ട്, അതുപോലെ സുരസരവല്ലി എഴുതുന്നുണ്ട്. ദെൻ സാഹിത്യ ലഹരി, ഓക്കെ. ദെൻ ശങ്കരദേവയുടെ സാധനം പറയും, അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നാംഗർസ്, ഓക്കെ, ആസാമീസ് ആണ്. ദെൻ മീരാബായിനെ കുറിച്ച് പറയുന്നുണ്ട്, ദദ്ദുദയാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് റീഡ് അബൌട്ട് ഈച്ച് ഓഫ് ദിസ് തിങ്. ആൻഡ് മീരാബായിയുടെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് കൃഷ്ണ വേർഷിപ്പ് ആണ്. ആൻഡ് ഫോർ ദാറ്റ് ഷീ ഹാസ് കമ്പൈൽഡ് ന്യൂമറസ് ഭജന. ഓക്കെ, യാ, ദാറ്റ്സ് ദ തിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാധനത്തിൽ. ദെൻ ഫൈനലി ലൈക്ക് ദ കബീർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, ഫ്രം ദ മുസ്ലിം. ദെൻ ലൈക്ക് അദ്ദേഹത്തിന്റെ കബീറിന്റെ ബീജക്, യു ഹാവ് ടു നോട്ട് ഇറ്റ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ, അതിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹി ഹാസ് ടേക്കൺ ദ ഗുഡ് ഫ്രം ബോത്ത് ഹിന്ദുയിസം ആൻഡ് ദ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഹി ഹാഡ് ദ ഫോളോവേഴ്സ് ഫ്രം എവറി ഫെയ്ത്ത്. കബീറിന് എല്ലാത്തിൽ നിന്നുള്ള ആളുകളും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ബാബ ഗുരു നാനാക്ക്, ഓരോരുത്തരെ കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ദം. ദെൻ ലങ്കർ, ഓക്കെ, സോ അതാണ് എക്സാമ്പിൾ ആയിട്ട് യു ക്യാൻ സീ ഓവർ ഹിയർ. സെക്കൻഡ് പാർട്ടിൽ ഇവിടെ ആൻസറിൽ കൊടുത്തിരിക്കുന്ന ഒരു ലങ്കർ യു ക്യാൻ സീ. ഓക്കെ, ലങ്കർ ഹെൽപ്പിംഗ് അതേഴ്സ്, ലങ്കർ സിഖ് കമ്മ്യൂണിറ്റി. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി, ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ഓവർ ഹിയർ, ഗുരു നാനാക്ക്. ഓക്കെ, gender, his followers together in the common kitchen, langar. Okay, so you can read about these things also. Okay, just ഒരു ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഗുരുമുഖി, അദ്ദേഹത്തിന്റെ ലൈക്ക് ഒരു രചനയാണ്, ദാറ്റ് ആൾസോ യു ഹാവ് ടു റിമെമ്പർ. ദെൻ ഗുരു ഗ്രന്ഥ സാഹിബ്, ഓക്കെ, ബൈ ഗുരു ഗോവിന്ദ് സിംഗ്. ദെൻ ഗുരു തേജ് ബഹദൂർ വരുന്നുണ്ട്, ഗുരു നാനാക്ക് വരുന്നുണ്ട്. സോ ഈച്ച് ഓഫ് ദിസ് യു ഹാവ് ടു റീഡ്, go through it very carefully. Then Khalsa tradition വരുന്നുണ്ട്. Okay, just read about it, understand about this Khalsa tradition. That's also so important.